പഴശ്ശി ഡാമിന്റെ ബഫർ സോണിലെ വീടുകൾക്ക് പെർമിറ്റ് നമ്പർ കിട്ടാത്ത വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചു. ഉപക്ഷേപത്തിന്മേൽ ചർച്ചയില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. അതേസമയം ജലവിഭവ വകുപ്പിന് കീഴിലെ ഡാമുകളിൽ ബഫർ സോൺ നടപ്പാക്കില്ലെന്നും ഉത്തരവ് പിൻവലിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഒരു ബഫറിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് പ്രശ്നമുണ്ടാകുമെന്നുള്ള ആശങ്ക നമ്മുടെ സഭയിൽ തന്നെ ആവശ്യമില്ല. നമ്മൾ ചില രേഖകൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഈ പറഞ്ഞ മേഖലയിലൊന്നും ഒരു ആപ്ലിക്കേഷനും ഇല്ല. അത് വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്. നമ്മളിതിന് മുൻപും 2015-ലും 2016-ലും എല്ലാം ഉള്ള അപേക്ഷകൾ ഞാൻ പരിശോധിച്ചു. 7 അപേക്ഷകളാണ് വന്നിട്ടുള്ളത്. അതിൽ ചിലത് റിജക്റ്റ് ചെയ്തു, ചിലത് കൊടുത്തു. 15 മീറ്റർ വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്, 17 മീറ്റർ കൊടുത്തിട്ടുണ്ട്, 10 മീറ്റർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ നിലയാണ് നമ്മൾ തുടർന്ന് സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നിലയും പിണറായി സർക്കാർ എടുത്തിട്ടില്ല. നമുക്ക് ആശങ്കയുടെ ആവശ്യമില്ലല്ലോ. മന്ത്രിയുടെ നിലപാട് സ്വാഗതം ചെയ്ത് പ്രതിപക്ഷം സഭാ നടപടികളോട് സഹകരിക്കുകയാണ്. 1964 ഭൂഗർഭ ഭേദഗതി നിയമത്തോടുകൂടി ആശങ്ക അകലുകയാണ്. പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഈ ഡാമുകൾ നിലവിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി ഇതുവരെ ഇല്ലാത്തൊരു റെസ്ട്രിക്ഷനാണ് ഇപ്പോൾ ഈ 26-12 ഉത്തരവിലൂടെ 24 ഉത്തരവിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഡാമുകളെല്ലാം വൃഷ്ടി പ്രദേശം മുഴുവൻ ജണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇടുക്കിയിലെ ഈ ഡാമിന്റെ പരിസരത്ത് ഇവിടെ പട്ടയം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താ തീരുമാനം? പണ്ട് 2006-ൽ ഗവൺമെന്റ്, അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനം, ജണ്ട കെട്ടിയ പ്രദേശത്ത് ഒരു കാരണവശാലും പട്ടയം കൊടുക്കാൻ പാടില്ല. ഈ ഡാമുകളുടെ ജണ്ട കെട്ടിയിരിക്കുന്നതിന്റെ പുറത്തേക്കുള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കുക. ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ നിലപാട് അത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു.